നമസ്കാരമുണ്ട്, ഷാഫിയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വർക്ക് i20ക്ക് ഫോഗ് ലാമ്പ് വെക്കാനുണ്ട്. സെൻട്രൽ ലോക്ക് ഫ്ലിക്കി സെൻട്രൽ ലോക്കാണ് വെക്കേണ്ടത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെക്കാനുണ്ട്. അണ്ടർ സീറ്റ് സബ് വെക്കാനുണ്ട്. പിന്നെ പുള്ളിക്ക് കുറച്ച് വാഷിങ്ങിൻ്റെ ഐറ്റംസും കാര്യങ്ങളൊക്കെ വേണം. ഷാമ്പു, ക്ലോത്ത്, ഗ്ലൗസ്, അതുപോലെ വിൻസ്ക്രീനിൽ ഒഴിക്കുന്ന ഷാമ്പു, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വിൻസ്ക്രീനിൽ ഒഴിക്കുന്ന ഷാമ്പു ഒക്കെ എപ്പോഴും നമ്മൾ ഒഴിക്കുന്നത് നല്ലതാണ്. ഇത് ആൻഡ്രോയിഡ് പുതിയൊരു കമ്പനിയുടെ സെറ്റാണ്. ഒരു നല്ല ക്വാളിറ്റി ഉണ്ട്. അതുപോലെ നമ്മുടെ മുസിമോടെ അണ്ടർ സീറ്റ് സബ് 10 ഇഞ്ച് സബ്ബാണ് വെക്കുന്നത്. അപ്പോൾ ഇതാണ് സെറ്റ് വരുന്നത്. സെറ്റ് അത്യാവശ്യം റീപ്ലേസ് വാറണ്ടിയാണ്. അത്യാവശ്യം നല്ല കുറഞ്ഞ റേറ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. റീപ്ലേസ് വാറണ്ടി ഉണ്ട്. നേരത്തെ മുസിമോ മാത്രം റീപ്ലേസ് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതും കൂടി റീപ്ലേസ് വാറണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ ഫോഗ് ലാമ്പ് വെക്കുന്നത്. കമ്പനി വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഫോഗ് ലാമ്പിന് നമ്മൾ സെറ്റൊക്കെ അഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല പക്ക വയറിങ് പക്കയായിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതേപോലെ കംപ്ലീറ്റ് അതിൻ്റെ പ്ലാസ്റ്റിക് കംപ്ലീറ്റ് ഔട്ടർ മാറ്റിയിട്ട് നമ്മൾ സെപ്പറേറ്റ് ഔട്ടർ വെച്ച് നല്ല ഇതുപോലെ ക്വാളിറ്റിയുള്ള ഇതാണ് വെക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. അത്യാവശ്യം വെള്ളം കയറുന്ന പരിപാടികളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വയറ് നല്ല സ്ലീവ് നല്ല ഇത് ചെയ്ത ഇൻസുലേഷനും മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം പക്കയായിട്ട് ചെയ്തേക്കണ വയറിംഗ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്റ്റീരിയോ നമ്മൾ വെച്ചേക്കുന്നത്. അതിനകത്ത് നമുക്ക് RDയുടെ 3 വർഷം വാറണ്ടിയുള്ള അപ്പോൾ ഇതാണ് വെച്ചേക്കുന്നത്. അതായത് സെൻട്രൽ ലോക്ക്. അതിനകത്ത് ഫ്ലിക്കിയാണ്. ഒരെണ്ണം ഫ്ലിക്കിയും ഒരെണ്ണം സാധാ കീ ആയിരിക്കും വരുന്നത്. രണ്ടും നമുക്ക് മാറി മാറി ഉപയോഗിക്കണം. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് റിമോട്ടിൻ്റെ ബാറ്ററി പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ സെറ്റിൻ്റെ വർക്ക് കഴിഞ്ഞേക്കുന്നത് ഇതാണ് നല്ല ഫിനിഷിങ് വർക്കാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് അണ്ടർ സീറ്റ് സബ് ഇതുണ്ട. ഇതുപോലെ എല്ലാ വണ്ടിയുടെയും അണ്ടർ സീറ്റ് സബ് എല്ലാ കമ്പനിയുടെയും നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇത് വെച്ചിട്ട് ഓരോന്നോരോന്ന് വെച്ച് കേൾപ്പിച്ച് കസ്റ്റമറിന് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇട്ടേക്കുന്ന ഒരു 4D മാറ്റ്. പിന്നെ അത് ഓൾറെഡി ഒരു 4D മാറ്റ് ഉണ്ടായിരുന്നു. അത് ബ്ലാക്ക് ആയിരുന്നു. അപ്പോൾ പുള്ളിക്ക് എല്ലാം ഇരുണ്ട് കിടക്കുന്നതിൻ്റെ ഉള്ളിൽ ബീജ് 4D മാറ്റാണ് ഇട്ടേക്കണത്. ബ്ലൂ കളർ ലൈറ്റ് വന്നേക്കണതിൻ്റെ ഉള്ളിലാണ് ആദ്യം കളർ മനസ്സിലാകാത്തത്. ഞാൻ ബാക്കിൽ കാണിച്ചു തരാം. ഇതാണ് അതിൻ്റെ കളർ ശരിക്കും കളർ. കറക്റ്റ് ഫിനിഷിംഗ് ആയിരിക്കും. ഓരോ വണ്ടികളുടെ അനുസരിച്ച് ഓരോ കറക്റ്റ് ഫിനിഷിങ് മാറ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ ഇവിടെയും എത്താത്ത ടൈപ്പ് മാറ്റുകളല്ല. ഇതുപോലെ അണ്ടർ സീറ്റ് ആകുമ്പോൾ സീറ്റിൻ്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും. ചവിട്ടും കാര്യങ്ങളൊന്നും അങ്ങനെ പെട്ടെന്ന് കൊള്ളൂല. ഫോഗ് ലാമ്പിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് DRL വരുന്നുണ്ട്, ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, അതുപോലെ ഫോഗ് ലാമ്പ് വരുന്നുണ്ട്. ഫോഗ് ലാമ്പിൽ നമുക്ക് വൈറ്റ് ലൈറ്റൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പ് വരുന്നത് വൈറ്റില ജനതയിലാണ്. 836 പില്ലർ നമ്പർ. എസ് ഗാരേജ് വൈറ്റില എന്നാണ് നമ്മുടെ ഷോപ്പിൻ്റെ യൂട്യൂബ് ചാനൽ. നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സഹോദര സ്ഥാപനമാണ് SS സപ്പോർട്ട്സറി തിരുവല്ലയിൽ. പിന്നെ നമ്മൾ EMI നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. കേരളത്തിൽ എവിടെ വേണമെങ്കിലും വന്ന് ചെയ്ത് കൊടുക്കാം. പിന്നെ AC വർക്കുകളും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിമാണ് സംസം. ഓക്കെ, നമ്മൾ ബ്രാൻഡ് നെയിം മറക്കരുത്.